ഹലോ ഗൈസ്. ഹായ്, ഞാൻ നിക്കിത. ഞങ്ങളാണ് ഈ ട്രിപ്പിന്റെ കോർഡിനേറ്റേഴ്സ്. നമ്മൾ ഇതുവരെ അഡ്വഞ്ചർ ലൈഫിലെ ഏറ്റവും വലിയ ട്രിപ്പാണ് ഈ വരാൻ പോകുന്നത്. നമ്മുടെ നോർത്ത് ഇന്ത്യ ട്രിപ്പ്. ഇപ്പോൾ ഇൻഫാക്ട് ഞങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി ഈ കോഴ്സ് ജോയിൻ ചെയ്തത് തന്നെ ഈ ട്രിപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ പുതിയ സിലബസ് വെച്ചിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആർക്കിടെക്ചർ ട്രാവൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വരെ കൊണ്ടുവന്നു. സോ അതിനകത്ത് മാൻഡേറ്ററി ആയിട്ടൊരു 15 days ട്രിപ്പ് വേണം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഡെസ്റ്റിനേഷൻസ് അഹമ്മദാബാദ്, ജയ്സൽമീർ, ജയ്പൂർ, ചണ്ഡീഗഡ്, ധർമ്മശാല, ആഗ്ര, ഒരു ഡൽഹിയും കൂടെ ആയാലും ആവാം. കിണറിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളെ കാത്തിരുന്ന കുറേ നിഗൂഢമായ കഥകളായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിഷ് പറഞ്ഞിട്ട് ഒരു കോയിൻ ആ സ്റ്റെപ്പലിൽ ഇട്ടാൽ ആ വിഷ് ഫുൾഫിൽ ആവുന്ന. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുൾ കോയിൻ തപ്പി നടക്കായിരുന്നു. പക്ഷേ ഞങ്ങളിൽ ആരുടെയും കോയിൻ ഇല്ല. ലാസ്റ്റ് വിവേക് സാർ കോയിൻ തന്നു, ഞങ്ങൾ ഇട്ടു. ഒരു വിഷ് പറയേണ്ട സ്ഥലത്ത് കുറേ വിഷസ് പറഞ്ഞു. संगत बजावता रे ओड़ी रे खेली रे, संगत बजावता रे ओड़ी रे खेली रे, खिला खिला तिजारा तेरा I like the fact that അതൊരു സ്റ്റിൽ ലിവിങ് ഫോർട്ടാണ്. അവിടെ ഇപ്പോഴും വെൻഡേഴ്സ് വരുന്നുണ്ട്, ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഒരിക്കലും അത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര വ്യത്യാസമുള്ള വൈബാണ്. രാവിലെ ഒരു സാധനം, രാത്രി മൊത്തത്തിൽ വേറെ ഒരു ഫീലാണ്. ഫുൾ സാധനങ്ങളൊക്കെ ആത്തോട്ടെടുത്ത് കയറ്റി വെച്ചേ.
न जाओ जी मन दीद कराओ जी अरे क्यों तरसावे हो मन सकल दिखाओ जी ആംബർ ഫോർട്ടിൽ പോകാൻ പറ്റിയില്ല. കാരണം ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ആൻഡ് പിന്നെ ട്രെയിനിൽ നമ്മൾ പെട്ടെന്ന് എത്തണമുണ്ട് നമ്മൾ ജീപ്പിൽ കയറി, പക്ഷെ തിരിച്ചു വരേണ്ടി വന്നു. थारी चांदनी मन दामन में बादी खुशीर झुम 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 ഞങ്ങൾ ചണ്ഡീഗഡ് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലിട്ടു. ചണ്ഡീഗഡ് നമ്മൾ ഇട്ടതിൻ്റെ ഓൺലി റീസൺ വാസ് ബിക്കോസ് ഞങ്ങൾക്ക് ക്യാപിറ്റൽ കോംപ്ലക്സ് കാണാനുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ HOLൊക്കെ പഠിച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി അന്നൊരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. സോ അതിൻ്റെ അടുത്ത പ്രോക്സിമിറ്റി ഉള്ള റോക്ക് ഗാർഡൻ ഞങ്ങൾ പോയി. റോക്ക് ഗാർഡൻ വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. പക്ഷേ ഇറങ്ങിയ ഉടനെ ഞങ്ങൾക്ക് ക്യാപിറ്റൽ കോംപ്ലക്സ് കാണണമെന്നുള്ളതായി. എന്തായാലും നമ്മൾ ചണ്ഡീഗഡിലേക്ക് എത്തി. എന്തായാലും ഒരു ഫോട്ടോ എങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ അതിക്രമിച്ച് കയറിയിട്ടാണെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് പോകണം എന്നുള്ളൊരു വാശിയായി. ഹലോ ഗൈസ്, ഇന്നത്തെ ഡേറ്റ് ഈസ് 8 ജനുവരി 2024. ഞങ്ങൾ ലിറ്ററലി ഹൈക്കോർട്ട് സ്നീക്കിങ് ചെയ്തു. പഞ്ചാബ് ഹരിയാന. ഓക്കെ ബൈ. യെസ്, ഞങ്ങൾ ചാടി കുണ്ടിലും छोड़ा है जहान नीच मैं तुम्हारे अब हूँ हवाले दूर दूर लोग बाग मीलों दूर ये वादियाँ. ഞങ്ങൾ ധർമ്മശാലയിൽ ബേസിക്കലി ഐറ്റിനറി ഇട്ടത് തന്നെ മഞ്ഞ് കാണാനാണ്. ഞങ്ങൾ ട്രെയിനിൽ ട്രെക്കിംഗ് ചെയ്ത് ഈ മഞ്ഞ് കാണാനായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മഞ്ഞ് കാണാൻ പറ്റിയില്ല. ഇറങ്ങി വരുന്ന ആൾക്കാർ പറഞ്ഞു 1 മണിക്കൂർ പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. മുകളിലോട്ട് എത്തുന്തോറും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു പോകും. മുകളിലോട്ട് എത്തുന്തോറും ചായയുടെ സ്വാദ് കൂടിക്കൊണ്ടിരുന്നു. അവിടെ കിട്ടുന്ന ഓരോ ചായ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനനുസരിച്ച് പൈസയും കൂടി. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. ഞങ്ങൾ അവിടെ എന്താ ഫസ്റ്റ് വീഡിയോ ഇട്ടത്, ഇത് രണ്ടാമത്തെ വീഡിയോ. ഹായ്, ട്രക്കിംഗ് വ്ലോഗ് നമ്പർ 3. ഹായ്. ഞങ്ങൾ 3 പേര് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളെല്ലാരും ആദ്യം കയറി. അവർ പറഞ്ഞു ഫുൾ കള്ളത്തരം, ഞങ്ങളാണ് റിയൽ ആയിട്ട് ഏറ്റവും ടോപ്പ്. ഞങ്ങൾ 3 പേര് മാത്രമേ കയറിയിട്ടുള്ളൂ. ഡാൻസ് കറോ എന്തേലും സ്റ്റെപ്പ്. रात 11:15 बजे. എല്ലാവരും പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. സീരിയസ് ആണ് കേട്ടോ. ഇവിടെ എങ്ങനെ വീഡിയോ ഒക്കെ സീരിയസ് ആയിട്ട് കാര്യം പറയാൻ വീഡിയോ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യണത് എല്ലാവരും? ഇത്രയും നേരം പാട്ടൊക്കെ വെച്ചിട്ട് മീൻ എന്തിനാ അകത്തോട്ട്? നമുക്കിപ്പോ പാടാം. പാടാം. എല്ലാവർക്കും ഓക്കെ. Happy birthday to you. Happy birthday to you. Happy birthday to you.
അഭിനയിച്ച് എനിക്ക് ഒരു നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പോയത് ധരംശാലയിൽ നിന്ന് ആഗ്രയിലോട്ടായിരുന്നു. ആഗ്രയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് ആഗ്ര ഫോർട്ടിലോട്ടായിരുന്നു. ആഗ്ര ഫോർട്ടിൽ ഞങ്ങളുടെ പ്രതീക്ഷനേക്കാൾ വലിയൊരു സ്കെയിൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷനായിരുന്നു അവിടെ കാണാൻ പറ്റും. അതുപോലെ ആഗ്ര ഫോർട്ടിൻ്റെ അകത്ത് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആഗ്ര ഫോർട്ടിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് താജ്മഹലിൻ്റെ ഇങ്ങനെ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ താജ്മഹൽ വളരെ ദൂരെയാണെന്നും ദൂരത്തേക്ക് പോകുമ്പോൾ താജ്മഹൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ ഒരു ഫീല് ഗൈഡ് പറഞ്ഞു തന്നപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയതും അതിലൂടെ കടന്നു വരും ഭയങ്കര ഒരു രസമുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് താജ്മഹലിലാണ്. ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ നമ്മൾ ഗേറ്റ് കയറി കഴിയുമ്പോഴാണ് താജ്മഹൽ കാണുന്നത്. അതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തപ്പം നല്ല രസമായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതലൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ സ്റ്റുഡൻസിന് ഇവരൊന്നും ഞാൻ സ്റ്റാഫ് അഡ്വൈസർ ആണെങ്കിൽ കൂടുതൽ ഞാൻ ഇത്രയും ക്ലോസ്ലി അറിയാം. ഈ ഒരു ട്രിപ്പ് കാരണം എനിക്ക് ആരാണ് എന്താണ് ഇവരെ മൊത്തത്തിലൊന്നും അറിയാൻ പറ്റും. Oh,